അങ്ങനെ 14,000 പടികൾ കയറിയിറങ്ങി ശ്വാസമൊക്കെ അങ്ങ് മലമുകളിൽ തന്നെ വെച്ച് ഞങ്ങൾ ട്രിന വില്ലേജിൽ നിന്ന് 14 കിലോമീറ്റർ അകലെയുള്ള നൊഗ്വാർ വില്ലേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെയുള്ളതൊരു മനോഹരമായ ഇക്കോ ഫ്രണ്ട്ലി റിസോർട്ടാണ്. പേര് കേട്ടാൽ തന്നെ റോയൽ ഫീൽ. ഉള്ളത് പറഞ്ഞാൽ ഇത്രയും പടികൾ കയറിയിറങ്ങിയ ശേഷം ഞങ്ങൾ റിസോർട്ട് കാണാൻ വന്നതാണോ ഓക്സിജൻ തേടി വന്നാണോ എന്നൊക്കെ ഞങ്ങൾക്ക് തന്നെ ഡൗട്ടായി പോയി. ആരും തെറ്റിദ്ധരിക്കരുതേ, ഞങ്ങൾ ഈ റിസോർട്ടിൽ താമസിക്കാൻ വന്നതൊന്നുമല്ല കേട്ടോ. വരുന്ന വഴി റിസോർട്ടിന് ചുറ്റുമുള്ള കിടിലൻ വ്യൂസ് ഒക്കെ കണ്ടപ്പോൾ തോന്നി ഒന്ന് കയറി നോക്കിയാലോ എന്ന്. ഞങ്ങൾ വിചാരിച്ചത് ചുമ്മാ ഒന്ന് കയറി നോക്കി വ്യൂ ഒക്കെ കണ്ടിട്ട് ഇറങ്ങാമെന്നാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് ട്വിസ്റ്റ്. വ്യൂ കാണാൻ മാത്രം 100 രൂപ ടിക്കറ്റിന് കൊടുക്കണം. അപ്പോഴാണ് മനസ്സിലായത് ഇത് സാധാരണ നോക്കുകൂലിയല്ല, റിസോർട്ട് എഡിഷൻ നോക്കുകൂലിയാണെന്ന്. പൂളിന്റെ സൈഡിൽ നിന്ന് നോക്കിയാൽ അങ്ങ് ദൂരെ മലകൾ, അതിനിടയിലൂടെ ഒഴുകുന്ന പുഴ. അത് കാണുമ്പോൾ നമ്മളൊരു മൂമെന്റ് നിന്നു പോകും. കാരണം ആ വ്യൂ നെക്സ്റ്റ് ലെവലാണ്. ആ ഭാഗം ഷില എന്ന ബ്രിഡ്ജാണ്. അതിന് തൊട്ടടുത്തായി ഒരു ആർട്ടിഫിഷ്യൽ ഫുട്ബോൾ ഗ്രൗണ്ട് കാണാം. ഒറ്റ ഫ്രെയിമിൽ ഇത്രയും സീനറീസോ. ഇവിടെ സ്വിമ്മിംഗ് പൂൾ യൂസ് ചെയ്യാൻ 500 രൂപയാണ് ഒരാൾക്ക്. സേഫ്റ്റി ജാക്കറ്റ് വേണം, അതും ഇവിടെയുണ്ട്. പ്രകൃതിയുമായി പൊരുത്തപ്പെടുന്ന രീതിയിലുള്ള ആർക്കിടെക്ചറാണ് ഇവിടെയെല്ലാം കാണാൻ കഴിയുന്നത്. എവിടെ നോക്കിയാലും പുല്ലുവിരിച്ച മൈതാനങ്ങൾ, വ്യത്യസ്തമായ ചെടികൾ. പൂളിൽ ചിലർ സ്വിമ്മിംഗ് ചെയ്ത് എൻജോയ് ചെയ്യുന്നത് കാണാം. ഞങ്ങൾ നോക്കി നിന്നത് മാത്രം. കാരണം 500 രൂപ കൊടുത്ത് ചാടുന്നതിന് മുമ്പ് സ്വിമ്മിംഗ് അറിയാമോ എന്ന് ചെക്ക് ചെയ്യണം, വേണ്ടേ? എനിക്ക് നീന്താൻ അറിയില്ല എന്ന് നിങ്ങൾ കണ്ടതല്ലേ? സുദീപിന്റെ വെള്ളത്തിലെ കൈകൊട്ടിക്കളിയും നിങ്ങൾ കണ്ടതല്ലേ? അതുകൊണ്ട് പിന്നെ കൂടുതലായൊന്നും പറയേണ്ടതില്ലല്ലോ. അങ്ങനെ റിസോർട്ടിലെ കാഴ്ചകൾ ആസ്വദിച്ച ശേഷം ഞങ്ങൾ നേരെ പോയത് നഗ്വാറിലെ ഒരു ചെറിയ ഉൾഗ്രാമത്തിലേക്കാണ്. അങ്ങനെ ടെന്റ് അടിക്കാൻ സേഫായ ഒരു സ്ഥലം തേടി ഞങ്ങൾ നടക്കുമ്പോൾ സ്ഥലം കിട്ടിയില്ല. പക്ഷെ വഴിയിൽ വെച്ച് ഫെഡറിക്കിന് കിട്ടി. പരിചയപ്പെട്ട് കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് ആളങ്ങ് കട്ട കമ്പനിയായി. എല്ലാ ഫുഡ് ഐറ്റംസും പാത്രങ്ങൾ നീറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തത് 2 ചപ്പാത്തി 20 രൂപയ്ക്ക്, 30 രൂപയ്ക്ക് ഒരു പീസ് പോർക്ക് കറി, ഒരു ഗ്ലാസ് ചായയും. പക്ഷേ ഇവിടെ ഫുഡ് സിമ്പിൾ ആണെങ്കിലും ടേസ്റ്റ് പൊളിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഫെഡറിക്കും ഞങ്ങളും പിന്നെ ഇവിടുത്തെ 2 പിള്ളേരോടൊപ്പം ഗ്രാമത്തിലൂടെ കാഴ്ചകൾ കണ്ട് നടക്കുമ്പോഴാണ് ഫെഡറിക് ഞങ്ങളോട് കാര്യം പറഞ്ഞത്. നിങ്ങൾക്ക് ഞാനൊരു സ്പെഷ്യൽ ഹിഡൻ സ്പോട്ട് കാണിച്ചു തരാം, അതും ടൂറിസ്റ്റുകൾക്ക് അധികം അറിയാത്തൊരു പ്ലേസ്. അത് കേട്ടതോടെ ഞങ്ങളുടെ ക്യൂരിയോസിറ്റി ഡബിൾ ആയി. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി. ഇനി മുന്നിലുള്ള ഹിഡൻ സ്പോട്ട് എന്താണെന്ന് അറിയാൻ അത്രയും എക്സൈറ്റ്മെന്റോടെ ഞങ്ങളും അവരുടെ പിന്നാലെ പോയി. വഴിയിൽ എവിടെ നോക്കിയാലും ബാംബു ട്രീസ് കാണാം. ബാംബു ട്രീസിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇവ കൂടുതൽ ഓക്സിജൻ പുറത്തുവിടുകയും കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായി അബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നു. മലമ്പ്രദേശങ്ങളിൽ മണ്ണൊലിപ്പ് തടയാനും ബാംബു സഹായിക്കും. ബാംബു ഷൂട്ട്സ് അഥവാ മുളങ്കൂമ്പ് നല്ല രീതിയിൽ വേവിച്ച് മിതമായ അളവിൽ കഴിക്കുന്നതിലൂടെ ധാരാളം ഫൈബറും പോഷകങ്ങളും ലഭിക്കുന്നു. അവ രക്തക്കുഴലുകളുടെ ആരോഗ്യത്തിനും നല്ലതാണ്. പക്ഷെ കൊച്ചുകുട്ടികൾക്ക് അധികം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അറിയാലോ, അമിതമായാൽ അമൃതവും വിഷമാണ്. അങ്ങനെ നടന്ന് ഞങ്ങൾ ഒരു മൗണ്ടൻ വ്യൂവിലെത്തി. ഞങ്ങൾ വിചാരിച്ചത് ഒരു നോർമൽ വ്യൂ ആയിരിക്കുമെന്നാണ്. പക്ഷെ അവിടെ നിന്ന് അങ്ങ് ദൂരേക്ക് നോക്കിയപ്പോൾ മലകൾക്ക് മുകളിൽ നൊക്കാലിക്കൽ വാട്ടർഫാൾസ്. ആ മൂമെന്റ് ഞങ്ങൾ ലിറ്ററലി ശരിക്കും ഞെട്ടിപ്പോയി. ഞങ്ങൾ ഫെഡറിക്കിനെ നോക്കി പറഞ്ഞു, ഇത് സർപ്രൈസ് അല്ല ബ്രോ, സർപ്രൈസ് ട്വിസ്റ്റ് ആണ്. അങ്ങനെ അത് കണ്ട് തിരിച്ചു വരുമ്പോൾ മഴക്കാലത്ത് വെള്ളമൊഴുകി വരുന്ന മുള കൊണ്ടുള്ള നാച്ചുറൽ വാട്ടർ പൈപ്പ് ലൈൻ കാണാൻ ഇടയായി. പിന്നീട് ഞങ്ങൾ പോയത് കൃഷി ചെയ്യുന്ന സ്ഥലത്തേക്കാണ്. ഇവിടെ പൈനാപ്പിൾ, ഓറഞ്ച്, പപ്പായ, വെജിറ്റബിൾസ് എല്ലാം കൃഷി ചെയ്യുന്നു. പക്ഷെ ഞങ്ങൾ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഇവയൊന്നുമല്ല, പുല്ലും തൊട്ടാവാടിയും കൃഷി ചെയ്യുന്നതാണ്. ഇവിടെ തൊട്ടാവാടി മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായി കാണുന്ന ആർക്കും വേണ്ടാത്ത ഒന്നായി ഇവനെയൊക്കെ നൊഗ്വാറിലെ ആളുകൾ മരുന്നിനു വേണ്ടി പ്രത്യേകം വളർത്തുന്നു. ഇവന് ഇത്രയും ഡിമാൻഡോടെ ഇവരെ കൃഷി ചെയ്യുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി. വല്ലവനും പുല്ലുമായുധം എന്ന് പറയുന്നത് വെറുതെ അല്ലെന്ന് ഇവനെ ഇവിടെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. തിരിച്ചു പോകുന്ന വഴിയിൽ ഓറഞ്ച് മരങ്ങൾ തിങ്ങി വളർന്നു നിൽക്കുന്നത് കണ്ട് ഞങ്ങൾക്ക് ഓറഞ്ച് കഴിക്കാൻ കൊതിയായി. അങ്ങനെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന കുട്ടികളോട് ഓറഞ്ച് കഴിക്കാൻ എന്താ ഒരു വഴി എന്ന് ചോദിച്ചപ്പോൾ അവർ അടുത്തുള്ള വീട്ടിലെ സിസ്റ്ററിനോട് ഗാസി ലാംഗ്വേജിൽ ചോദിച്ചു, ഓറഞ്ച് പറിക്കാമോ എന്ന്. അവർ ചിരിച്ചുകൊണ്ട് ഓക്കെ പറഞ്ഞത് മാത്രമേ ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ. കുട്ടികൾ സ്പൈഡർമാനെ പോലെ വേഗത്തിൽ മരത്തിലേക്ക് കയറി ഓറഞ്ച് പറിച്ച് താഴേക്ക് ഇടാൻ തുടങ്ങി. സോ ഇവിടെ നിന്ന് കുറച്ച് ഓറഞ്ച് കിട്ടിയിരിക്കുന്നു ഫ്രണ്ട്സ്. നല്ല ഓർഗാനിക് ആയിട്ടുള്ള ഓറഞ്ച്, ടേസ്റ്റി. അതിനുശേഷം ഞങ്ങൾ അവരുടെ സ്കൂളിന് മുന്നിലെത്തി. വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികളെല്ലാം കളിച്ചു നടക്കുകയാണ്.
അങ്ങനെ വില്ലേജ് മുഴുവൻ ചുറ്റി നടന്ന് തളർന്നപ്പോൾ ഒരു ചെറിയ കടയിൽ കയറി 20 രൂപ ഓംലേറ്റ് വാങ്ങി കഴിച്ചു. ഇതൊക്കെ കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഇവിടെയുള്ള ആളുകളുടെ ജീവിതം വളരെ സിമ്പിളാണ്, പക്ഷേ അതിലൂടെ അവർക്ക് ലഭിക്കുന്ന ഹാപ്പിനെസ് വലുതാണ്. അങ്ങനെ അവസാനം ഞങ്ങൾ എത്തിയത് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിലാണ്. ഇന്ത്യയിൽ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ പലർക്കും ഓർമ്മ വരുന്നത് കേരളം അല്ലെങ്കിൽ ഗോവയാണ്. പക്ഷെ നമുക്ക് കൂട്ടിനായ ഒരു സ്റ്റേറ്റ് ഉണ്ട്, അവിടെ എവിടെ നോക്കിയാലും ഫുട്ബോളാണ്. അതാണ് നമ്മുടെ സ്വന്തം മേഘാലയ. ഇവിടെ ഫുട്ബോൾ ഒരു ഗെയിമല്ല, ഒരു ലൈഫ് സ്റ്റൈലാണ്. സന്ധ്യാസമയം സൂര്യൻ പതിയെ മറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഫെഡറിക്കിന്റെ വീട്ടിലേക്കാണ്. ബ്രോ ഞങ്ങൾക്ക് ടെന്റ് കെട്ടാൻ വീടിന്റെ അടുത്ത് സ്ഥലം നൽകി. അവരുടെ ഫാമിലിയിലെ ഒരു അംഗത്തെ പോലെയാണ് ഞങ്ങളെ ട്രീറ്റ് ചെയ്തത്. ഞങ്ങളും ഫെഡറിക്കും അവന്റെ ബ്രദറും കസിൻ സിസ്റ്റേഴ്സും എല്ലാവരും കൂടെ ക്യാമ്പ് ഫയർ കത്തിച്ച് ചുറ്റുമിരുന്ന് സംസാരിച്ചും ചിരിച്ചും ആ മനോഹരമായ രാത്രിയെ ആസ്വദിച്ചു. പുറത്ത് തണുപ്പിനോട് പോരാടുമ്പോൾ ക്യാമ്പ് ഫയറിന്റെ ചൂടും സുഹൃത്തുക്കളുടെ കമ്പനിയും ആ രാത്രിയെ കൂടുതൽ സ്പെഷ്യലാക്കി മാറ്റി. ഫെഡറിക്കിന്റെ മമ്മിയാണെങ്കിൽ ഞങ്ങൾക്കായി സ്മോക്ക് പോർക്ക് തയ്യാറാക്കുന്ന തിരക്കിലാണ്. മമ്മി ഒരു കുക്ക് മാത്രമല്ല, നല്ലൊരു സ്കൂൾ ടീച്ചർ കൂടിയാണ്. When onion became red, then to put some turmeric here. Grind here, no? This is all grinder. Oh là yum. Yes. You have to leave after some time. എല്ലാം നന്നായി മിക്സ് ചെയ്ത ശേഷം കുക്കർ അടച്ച് 20 മിനിറ്റ് കുക്ക് ചെയ്യാൻ വെച്ചു. 15 minutes or 20 minutes, I think. 20 മിനിറ്റ് കഴിഞ്ഞ് കുക്കർ തുറന്നപ്പോൾ അതൊരു ഭക്ഷണം മാത്രമായിരുന്നില്ല, മേഘാലയയുടെ ഫ്ലേവർ മുഴുവൻ അതിലുണ്ടായിരുന്നു. സ്മോക്ക് പോർക്ക് ഈസ് റെഡി. പക്ഷെ ഞങ്ങളെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് അവരുടെ ടേബിൾ മാനേഴ്സ് ആണ്. ഫാമിലിയിലെ എല്ലാവരും ഒരുമിച്ച് ടേബിളിലിരുന്ന് ഓരോരുത്തരും അവരവരുടെ പ്ലേറ്റിലേക്ക് റൈസും പോർക്കും വിളമ്പി. നമ്മുടെ നാട്ടിലെ പലപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാൾ കഴിക്കുമ്പോൾ മറ്റൊരാൾ വിളമ്പുന്ന രീതിയാണ് കാണുന്നത്. എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് അത്ര സാധാരണമല്ല. പക്ഷെ ഇവിടെ ഫാമിലി, ഫുഡ്, റെസ്പെക്ട് എല്ലാം ഒരേ ടേബിളിൽ ഒന്നിച്ച് കാണാം. അത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. അങ്ങനെ ഈ രാത്രി ക്യാമ്പ് ഫയറിന്റെ ചൂടും ഹോം മെയ്ഡ് ഡിലീഷ്യസ് ഫുഡിന്റെ രുചിയും ടെന്റിലെ പീസ്ഫുൾ ഉറക്കവും ഇതൊക്കെ കൂടിച്ചേർന്ന നൊഗ്വാറിലെ ഈ രാത്രി ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഓർമ്മകളായി മാറും. കാരണം മെഘാലയയിൽ ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നത് പ്രകൃതി മാത്രമല്ല, ഇവിടെയുള്ള ഓരോ മനുഷ്യരും ഈക്വലി ബ്യൂട്ടിഫുൾ ആണ്. അവരുടെ സിംപിൾസിറ്റി, അവരുടെ ഹോസ്പിറ്റാലിറ്റി, അവരുടെ മനസ്സിന്റെ കൈൻഡ്നസ്, അതാണ് ഈ യാത്രയെ ശരിക്കും സ്പെഷ്യൽ ആക്കിയത്. നാളെ ക്രിസ്മസാ. നാളത്തെ ക്രിസ്മസ് അടിച്ചുപൊളിക്കാനായി ഈ ഫാമിലിയോടൊപ്പം നൊഗ്വാറിലെ ഈ നല്ല മനുഷ്യരോടൊപ്പം അവരിൽ ഒരാളെ ഞങ്ങളും ഉണ്ടാവും ട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാം പറഞ്ഞ പോലെ